അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. അതായത് പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് സാധ്യമാവില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. കാരണം ഖുർആന്, ഹദീസ് പോലെയുള്ള കിതാബുകൾ പൂർണ്ണമായി അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രമാണ് അത് പൂർണ്ണമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ള സംശയമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു അറാബി കടന്നു വരുന്നുണ്ട്. ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഇസ്ലാം കാര്യങ്ങളായിട്ടുള്ള 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഷഹാദത്ത് കലിമ എന്നുള്ളത്. അതായത് അള്ളാഹുലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളത്. ഈ ഷഹാദത്ത് കലിമയുടെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ മതങ്ങൾക്കും ഓരോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും ഓരോ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റി നോക്കുമ്പോൾ അതിലൊരു ത്രിയേകത്വമാണ്. ഹിന്ദുയിസം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധനാമൂർത്തിയായിട്ട് സ്വീകരിക്കലാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹുവിന് മാത്രം, ഏകനായ അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസ കൺസെപ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക കാര്യങ്ങളിലെ 5 കാര്യങ്ങളിൽ മനോഹരമായിട്ട് രണ്ടാമത്തെ ഒരു കാര്യമാണ് നിസ്കാരം. ഈ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഒരിക്കൽ APJ അബ്ദുൽ കലാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാമിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു മൂല്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ APJ അബ്ദുൽ കലാം പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, എൻ്റെ ഡ്രൈവറിൻ്റെ മടമ്പിൻ്റെ അടിയിൽ തന്നെയാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്. അതായത് ഒരു വിവേചനം ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിന് ഈ ഒരു നിസ്കാരത്തിലൂടെ ലോക ജനതയ്ക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ വിളിച്ചോതുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സക്കാത്ത് എന്നുള്ളത്. ആനന്ദ് ആൾക്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിൻ്റെ വില കുറയുന്നത് പോലെ തോന്നുന്നു. ചിലർക്ക് സുഖവും സന്തോഷവും നൽകുന്ന അതേ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ശിക്ഷയായിത്തീരുന്നു. എന്തൊരു ക്രൂരമായ വ്യവസ്ഥിതി. നമുക്കിത് സത്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ? കാരണം ഈ ദാരിദ്ര്യം എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലും അപരിഷ്കൃത സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു സംവിധാനം, അല്ല ഒരു സംഗതിയാണ് ഈ ദാരിദ്ര്യം എന്നുള്ളത്. അപ്പോൾ ഈ ദാരിദ്ര്യത്തെ ഇസ്ലാം മനോഹരമായിട്ട് ഉള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സക്കാത്ത് എന്നൊരു സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ സക്കാത്ത് ദാരിദ്ര്യത്തെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായകമാകുന്നത്? ഇപ്പം സക്കാത്തിനെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ എന്തായാലും ഒരു വ്യവസ്ഥിത രീതിയിൽ ഇങ്ങനെ ചെയ്തു പോകുന്നൊരു കാര്യം. പക്ഷേ നമ്മളിതിനൊരു സാമ്പത്തിക നയമായ ലോകം മുഴുവൻ ഇത് സ്വീകരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രായോഗികത നമുക്ക് മനസ്സിലാകുന്നത് സക്കാത്തിൻ്റെ. ഇപ്പം 2020 ഓക്സ്ഫാം ഇൻ്റർനാഷണൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പഠനം പ്രകാരം അവർ പറയുന്നത് ലോക സമ്പത്തിൻ്റെ 42% ലോക ജനതയുടെ വെറും 1% കയ്യിലാണെന്നാണ്. ഇനി ലോക സമ്പത്ത് $105 ട്രില്യൺ ആണെന്നാണ് ഓക്സ്ഫാം പഠനം. അഥവാ ഈ 1% ആളുകളുടെ കയ്യിലപ്പോൾ ഉള്ളത് 44.1 ട്രില്യൺ. ഈ ഇൻ്റർനാഷണൽ പോവർട്ടി ലൈൻ അനുസരിച്ച് ലോകത്തുള്ള അതിദരിദ്രരുടെ എണ്ണം 600 മുതൽ 700 ദശലക്ഷമാണ്. അപ്പോൾ ഇത് സമ്പന്നരായിട്ടുള്ള 1% ആൾക്കാരുണ്ടല്ലോ, ഓല കയ്യിലുള്ള സമ്പത്തായ 44.1 ട്രില്യൺ ഡോളറിൻ്റെ 2.5% $1.1025 ട്രില്യൺ. ഇത് ഈ അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വീതിച്ച് നൽകുകയാണെന്ന് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ ഈ UN നിർദ്ദേശിക്കുന്ന ആളോഹരി വരുമാനം ഉണ്ടല്ലോ, അതിനപ്പുറത്ത് ഒരാൾക്ക് $1837 അഥവാ 1.5 ലക്ഷം ഇന്ത്യൻ റുപ്പി ഒരു വർഷത്തെ സക്കാത്തിലൂടെ മാത്രം ലഭിക്കും. ഇത് ഒന്ന് തുടർന്ന് പോവുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ലോകത്തെ ദാരിദ്ര്യം തന്നെ നമുക്ക് നീക്കാൻ പറ്റും. ശരിയാണ്. പക്ഷേ ഈ സക്കാത്ത് എന്നുള്ളത് ഇസ്ലാം പണ്ട് കാലം മുതൽക്കേ നിർബന്ധമായിട്ട് കൊണ്ടുനടക്കുന്നൊരു കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് സക്കാത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഇത് വിജയിച്ചിട്ടുള്ള വല്ല ഉദാഹരണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ മുമ്പിലുണ്ടാവും? സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ സക്കാത്തിന് അവകാശികളില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമാനമായൊരു കാര്യം ഉമർ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് സക്കാത്ത് നൽകുന്നവർക്ക് ഇതൊരു ഭാരമാകൂല എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് വളരെ മനോഹര ഒരു കൺസെപ്റ്റാണ് അല്ലേ? അപ്പോൾ ഇതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ സക്കാത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കൂട്ടുകയെന്നുണ്ടെങ്കിൽ അതൊരു കാർക്കശ ബുദ്ധിയോടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് കാണുന്ന സക്കാത്തിൻ്റെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാം.
ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകവും അതിൻ്റെ കയറും കൂടി കൊടുത്തിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിന് ശേഷം അബൂബക്കർ തങ്ങൾ ബൈഅത്ത് ചെയ്തിട്ട് ഭരണാധികാരി ആയപ്പോൾ അബൂബക്കർ തങ്ങൾ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതായത് എൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ കൊടുക്കുമ്പോൾ അതിന് കയറ് കൂടി കൊടുത്തിരുന്നു. ആ ഒട്ടകത്തിൻ്റെ കയർ ഞാൻ ഭരിക്കുന്ന ഈ ഒരു കാലത്ത് ആ ഒട്ടകത്തിൻ്റെ കയറായാലും കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യനോട് ഞാൻ പോരാടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാർക്കശ ബുദ്ധി നമ്മൾ ഈ ഒരു സക്കാത്തിൻ്റെ വിഷയത്തിൽ കൊടുത്താൽ നമ്മളിപ്പോൾ ഈ മുമ്പ് വായിച്ച കണക്കുകളൊക്കെ പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സക്കാത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്നുള്ളത്. ഈ വിഷയത്തിൽ ചേർത്ത് വരേണ്ട ഒരു കാര്യം, പലർക്കുള്ളൊരു സംശയമാണ് സക്കാത്ത് ഒരാൾക്ക് നൽകുമ്പോൾ അയാൾക്കിതൊരു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് കുറച്ചിൽ വരും. അപ്പോൾ ഈ വിഷയത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. കാരണം സക്കാത്ത് പണവുമായി ബന്ധപ്പെട്ടതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്വർണം വെള്ളി അടക്കമുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ 2.5% മാത്രമാണ് സക്കാത്ത് നൽകേണ്ടത്. അപ്പോൾ നൽകണമെന്ന് ഇതൊരു ഭാരമല്ല. ഇനി ലഭിക്കണവനാണെങ്കിലും ഇത് ഒരു സാമ്പത്തിക ഭദ്രതയിലൊരു ജീവിതം തുടങ്ങാനുള്ള കാരണമായി മാറും. 1937 ബംഗാളിൽ ഒരു ക്ഷാമം ഉണ്ടാവുന്നുണ്ട്. ആ ക്ഷാമവുമായി ബന്ധപ്പെട്ടിട്ട് അമർത്യ സെന്നിൻ്റെ ഒരു പഠനമുണ്ട്, എൻലൈറ്റിൽമെൻറ്റ് അപ്രോച്ച്. അതിന് നോബൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്, ഈ ധാന്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് വാങ്ങാൻ ആളുകളുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ള അവസ്ഥ. എന്നാൽ അവിടെയാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ ധാന്യത്തിലുള്ള സക്കാത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ധാന്യത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം, അവിടെ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന ധാന്യങ്ങളുടെ ഒരു നിശ്ചിത ഭാഗം ഈ പാവങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീരാണ്ടായിരുന്നേ ഉള്ളൂ ഒരു നാടിനെ മുഴുവനും മരണത്തിലേക്ക് തള്ളിവിട്ട ഭക്ഷ്യക്ഷാമം. അപ്പോൾ സക്കാത്ത് എന്താണ്, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ സക്കാത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. അവിടെയാണ് ഇസ്ലാമിൽ സക്കാത്ത് എന്നുള്ളത് പാവപ്പെട്ടവൻ്റെ ഔദാര്യമല്ല അവകാശമാണ് എന്ന് പറയുന്നത്. നൽകുന്നവൻ്റെ ഔദാര്യമല്ല, നൽകുന്നവൻ്റെ ഔദാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബിക്ക് പറഞ്ഞു കൊടുക്കുന്ന 4ാമത്തെ കാര്യമാണ്, ഇസ്ലാമിലെ 4ാമത്തെ കാര്യമാണ് നോമ്പ് നിൽക്കുക എന്നുള്ളത്. നമ്മൾ മുത്തശ്ശി കഥകളിലോ അല്ലെങ്കിൽ നോവലുകളിലോ അല്ലെങ്കിൽ സിനിമകളിലോ മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല എന്താണ് വിശപ്പ് എന്നുള്ളത്. ആ വിശപ്പ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ചുകൊണ്ട് പാവപ്പെട്ടവനെയും നമ്മുടെ ഭാഗമാക്കുക, വിശപ്പറിഞ്ഞുകൊണ്ട് പാവപ്പെട്ടവനെയും നമ്മുടെ ഭാഗമാക്കുക എന്നുള്ള വലിയൊരു മാനവികത ഇസ്ലാമിൻ്റെ നോമ്പിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും റമദാൻ മാസം നോമ്പ് നോൽക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5ാമതായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഹജ്ജിൻ്റെ കാര്യം എന്നുള്ളത്. ഹജ്ജിൻ്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു സൽക്കർമ്മമാണ്. ഈ ഹജ്ജ് എന്നുള്ള ഒരിക്കലും ഒരു പത്രാസിൻ്റെ പുറത്തുള്ള ഒന്നല്ല ഹജ്ജ് എന്നുള്ളത്. ഹജ്ജ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നതിനെ അറിയിക്കുന്നതാണ്. എന്തോ ഒരു മനോഹാരിത നിറഞ്ഞ പ്രവർത്തികളാണ് ഹജ്ജിലൊക്കെ ഉള്ളത്. കാരണം അവിടെ കറുത്തവനെന്ന് വേർതിരിവില്ല, വെളുത്തവനെന്ന് വേർതിരിവില്ല, പണക്കാരനും പാവപ്പെട്ടവനും തുല്യരായി ഇത്ര അധികം മനോഹാരിത നിറഞ്ഞ ഒരു സൽക്കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പം ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ത്വാഫ് ചെയ്യുന്ന ആളുകൾ കഅബയുടെ ചുറ്റും സൊഫ് കെട്ടുന്നൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്, വളരെ മനോഹരമാണ്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ തപ്പി നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ഓരോ പ്രവൃത്തിയിലും അത്രമേൽ മനോഹരമായിട്ടുള്ള കാഴ്ച. അത് കാരണം തന്നെ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇസ്ലാമിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു മനോഹാരിത ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ അതേസമയം ലളിതവുമാണ്, സുന്ദരവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറബിക്ക് 4 മനോഹരമായിട്ടുള്ള നമുക്ക് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഈ 4 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അറബി സംശയം പോലെ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു 5 കാര്യം ചെയ്താൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം പറയുകയാണ്, അതെ നീ സ്വർഗത്തിലേക്ക് ഈ 5 കാര്യം ചെയ്താൽ പ്രവേശിക്കുമെന്ന്. അപ്പോൾ ഈ അറബി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാനിതിലേക്ക് ഒന്നും ആഡ് ചെയ്യുകയോ അതിനൊന്നും കുറക്കുകയോ ചെയ്യുകയില്ല എന്ന്. അങ്ങനെ ആ അറബി പിരിഞ്ഞു പോകുന്നുണ്ട്. ആ അറബി പിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ആ അറബിയിലേക്ക് നോക്കുക എന്ന്. അത്ര മനോഹരമായിട്ടുള്ള ഒരു അറബിക്ക്, സാധാരണക്കാരനായിട്ടുള്ള ഒരു അറബിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന മനോഹരവും സുന്ദരവുമായിട്ടുള്ള ലളിതവുമായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.